സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ ട്രെയിൻ എടുക്കാനായി. ജനശതാബ്ദി ബസ്സല്ലേ? അപ്പം നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ എം ജിക്കാണ് മെട്രോന്ന് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ എം ജിയിലേക്കുള്ള മെട്രോൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താട്ടെ ക്ഷീണിച്ചോ? വലിയ ലഗേജൊക്കെ കൊണ്ടിട്ടാട്ടെ. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അതൊരു മെട്രോ വരുന്നുണ്ട്. Maharajas Metro Station, connecting via General Hospital, Jayanagar, High Court Water Metro Terminal, MG Road Metro. ഗൈസ്, ഞാൻ സെക്കൻഡ് ടൈമാണ് മെട്രോ കയറുന്നത്. ഫസ്റ്റ് ടൈം കയറിയത് ഡൽഹി മെട്രോ ആയിരുന്നു. അത് 2022 ഞങ്ങൾ ഡൽഹിയിൽ പോയ സമയത്ത് അങ്ങനെ കയറിയതാണ്. അപ്പോൾ സെക്കൻഡ് ടൈം കൊച്ചി മെട്രോയിൽ. അടിപൊളിയായിരുന്നു ഗൈസ്. ഇതെവിടെയാട്ടാ? മറ്റേ സലികുമാറിന്റെ സിനിമ. കൊച്ചി എത്തി. കടലോ? പക്ഷെ ഇവിടെ കടലില്ലല്ലോ. കായൽ. സോറി, കൊച്ചിക്കായൽ. മറൈൻ ഡ്രൈവ് ആണ് ഗൈസ്. മറൈൻ ഡ്രൈവ് എത്തിയിട്ട് മനസ്സിലായില്ല. അപ്പൊ കണ്ടപ്പോഴാ മനസ്സിലായത്. ഇവിടെ വാട്ടർ മെട്രോ അങ്ങനെ ഒരുപാട് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇനി വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാന്നാണ് ഏട്ടൻ പറഞ്ഞത്. എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല ഗൈസ്. പൊട്ടൻ കൊച്ചിയിൽ വന്നൊരവസ്ഥയാണ് ഇപ്പം എനിക്ക്. എന്താണ് എവിടേക്കാണെന്നൊന്നും അറിയില്ല. ഇവർ കൊണ്ടുപോകും, ഞങ്ങൾ പോകും. കൊച്ചി കൊള്ളാം. ഇത് കൊച്ചിയല്ലേ? എറണാകുളം എത്തിയെന്നുള്ള അറിയാ, കൊച്ചി എത്തിയെന്നുള്ളതൊന്നും അറിയില്ല. മേ ബി ഇത് എറണാകുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തിന്റെ സിറ്റി കൊച്ചിയല്ലേ. എന്നോട് നിർത്താൻ പറയും. കൊച്ചി വാട്ടർ മെട്രോന്റെ എൻട്രൻസിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഏട്ടാ, ട്രെയിൻ യാത്രയൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ എത്ര നേരം ഇരുന്നു? 1:45 മുതൽ 5:45 വരെ അല്ലേ? 5 മണിക്കൂറൊന്നുമില്ല, കൂടിപ്പോയി 4 മണിക്കൂർ. അതാണ് 1:45 to 5:45. അപ്പൊ 4 മണിക്കൂർ ഗൈസ്, കറക്റ്റ് 4 മണിക്കൂർ. എറണാകുളത്തിനെ പറ്റി ഒരു 4 വാക്ക് പറയും. ഒന്നൂടെ. സത്യാവസ്ഥ എന്താന്ന് കേട്ടാ, നമ്മള് എറണാകുളം കണ്ടിട്ട് തന്നെയല്ല.
നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, അത് കഴിഞ്ഞ് മെട്രോയിൽ കയറി, മെട്രോന്ന് ഓട്ടോ കയറി, മറൈൻ ഡ്രൈവിലെത്തി. ഇനി ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം അല്ലേ? ഇതെന്താ കുട്ടേട്ടാ, കഴിഞ്ഞ തവണ വാട്ടർ മെട്രോ കയറിയപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താ? വെള്ളത്തിലൂടെ കപ്പൽ പോകും. മെട്രോ ബോട്ട് ഭയങ്കര സ്പീഡിലാ പോവുക ആണല്ലേ? ആണ്. നമുക്ക് നാളെ മറ്റേതിൽ കയറിയ എല്ലായിടത്തും പോവല്ലേ? എനിക്ക് ബോൾഗാട്ടി പാലസ് പോകണമെന്നുണ്ട്. ചെറിയ ബോട്ടിൽ അടക്ക പോകും തോന്നുന്നുണ്ട്. അല്ല ആട്ട് ഇറങ്ങുന്നില്ല. നുണപ്പിച്ചു. നേട്ടം പോയിണ്ട് ബോൾഗാട്ടി പാലസിൽ ഒരു +2 ട്രിപ്പ് പോയ സമയത്ത്. അല്ല, അതൊരു +2 ട്രിപ്പ് പോയ സമയത്ത് പോയതാ. പാക്കേജ് ഉണ്ടാവും. സംഗതിയല്ലേ? എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. കുട്ടിയുടെ ഒന്ന് പറയാം. ഗൈസ് നമ്മൾ പോവുകയാണ് ഗൈസ്. അതാണ് കുട്ടിയുടെ പറഞ്ഞത്. കീപ് സ്റ്റാൻഡേർഡ്. നമുക്കില്ലാത്തതും ഇവിടെ ഉള്ളവർക്കുള്ളതും അതാണ് ക്ഷമ. പക്ഷെ അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. ആ ഫൈനലി നമ്മൾ വാട്ടർ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. സംഭവം കണ്ടോ ഗൈസ്? ഈ ഉരുവിൽ വരുന്ന സാധനങ്ങൾ കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രെയിനാണ്. അത് നേരെ ലോറിയിലേക്ക് കയറ്റി ലോഡ് കയറ്റിണ്ടാവും. അതാ ലോറി പോകുന്ന കണ്ടില്ലേ? ആ ലോറിയിൽ ഒരു ഫുൾ ലോറിയിലേക്കുള്ള സാധനമുണ്ട്. ഇതിലൊന്നും എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പെർ പീസായിട്ട് അവരിങ്ങനെ ഈ ക്രെയിന് വെച്ചെടുത്ത് ആ ലോറിയിലേക്ക് വെക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബിലോ ഗൈസ്. കണ്ടില്ലേ ഗൈസ് ട്രെയിന് പോകുന്നത്? വിളിച്ചോ? ഞങ്ങള് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റൂം ബുക്ക് ചെയ്ത ആൾക്കാരെ വിളിക്കുക ഗെയ്സ്. നമ്മളെ റൂം തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഗെയ്സ്. ഒന്നും നോക്കി വെള്ളം ഇറക്കണ്ട. ഓക്കെ, ഇല്ല അങ്ങനത്തെ ആന്റിക്കിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റിലെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വൈബ്. നമ്മൾ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റുകളിലൂടെ നമ്മളെ റൂമും തിരഞ്ഞ് നടക്കുകയാണ്.
പാൻ്റാണോ? പാൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, പാവാട പോലെ ഉണ്ട്. അതെ, നമ്മൾ റൂം നോക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. നമ്മളപ്പോൾ നമ്മളുടെ റൂമിലെത്തി കേട്ടോ. ഇതാണ് നമ്മളുടെ റൂമിൻ്റെ ഫുൾ ഔട്ട്ലുക്ക്. ഇത് ബാൽക്കണിയാണ്, തൊട്ട് താഴെ റോഡ് ആൻഡ് ബാൽക്കണി. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ വരുമ്പം ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റൂം വരുന്നത്. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വൃത്തി റൂമാണ് കേട്ടോ. അടിപൊളി റൂമാണ്, ഇഷ്ടപ്പെട്ടു. ആൻഡ് ബാത്റൂം ഇതാണ് വരുന്നത്. ബാത്റൂം നല്ല വെൽ ക്ലീൻഡ് ബാത്റൂമാണ്. ലൈറ്റ് എവിടെയാണെന്ന് അറിയില്ല, തപ്പിയെടുക്കണം. ആൻഡ് സെക്കൻഡ് റൂം വരുന്നത് ഇതാണ് സെക്കൻഡ് റൂം വരുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്ഥലം കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ബാത്റൂം ഇവിടെയും വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. അപ്പം എത്രയാണ് ഗൈസ്? അങ്ങനെയുണ്ട് വർഷേ റൂമൊക്കെ. നിങ്ങൾ ഏത് റൂം എടുക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഏതും എടുക്കാം, നോ പ്രോബ്ലം. ഇഷ്ടമുള്ളടത്തോളം. അയ്യോ ആവൂ അടിപൊളി. അപ്പം ഗൈസ് ഞങ്ങൾ ഫ്രഷായി. ഇനി ജസ്റ്റ് ഒന്ന് ഫോർട്ട് കൊച്ചി സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കാം, പിന്നെ ഫുഡ് കഴിച്ച് വരാമെന്ന് വിചാരിച്ചു. ഓൾ സെറ്റ്. നമ്മളിവിടെ ഇവിടെ നിന്ന് ഇടുന്നല്ലേ കറങ്ങി അങ്ങോട്ട് ഉള്ളോട്ടൊക്കെ പോയി. ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിലായോ? ഇതാണ് നമ്മളെ ബിഗ് ബി സിനിമയിലുള്ള. നല്ല വൃത്തിനെ ആദ്യമല്ല, ചുമരൊക്കെ നല്ല അന്ന് നമ്മളൊന്നും പോകത്തില്ലേ. ഇതെങ്ങോട്ടാ പോകുന്നേ? വല്ല പിടിയുണ്ടോ? വാങ്ങി ഇവരിതിന് മുന്നേ, അതായത് കുട്ടേട്ടനും ഏട്ടനും ഇതിന് മുന്നേ കൊച്ചിയിൽ വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോയതാ. എന്നിട്ട് ആ ഒരു അറിവും വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ കൂട്ടി കൊണ്ടുവന്നത്. എന്നിട്ട് ഇവർക്കൊന്നും വഴി അറിയേയില്ല. അവിടെ ഇവിടെ അവിടെ ഇവിടെ ഞങ്ങൾക്ക് പിന്നെ തീരെ അറിയൂല. ഇവര് പണ്ട് അന്ന് വന്ന ഓരോ ഓർമ്മകൾ പറയാം. മാങ്ങ തിന്നതും ഇവിടുന്ന് ഫോട്ടോ എടുത്തതും അങ്ങനെ അങ്ങനെ ഓരോരോ ഓർമ്മകൾ പറയാം. എന്നാലും ഒരു തവണ വന്ന് എന്നുണ്ടെങ്കിൽ പോലും ഏകദേശം സ്ഥലമൊക്കെ അവർക്ക് അറിയാം കേട്ടോ. ഞങ്ങളിപ്പോൾ ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്. ബീച്ചല്ലേട്ടാ, കായലൊന്നും അല്ലല്ലോ, ബീച്ചല്ലേ ഏട്ടാ? ബീച്ചല്ലേ? ആണോ? നോക്കാം. സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടോ? കപ്പിൾസിനെ കാണില്ല. രണ്ടും കൂടെ കുണുങ്ങി കുണുങ്ങി വരുന്നുണ്ട് കഴിച്ച്. ഞങ്ങൾക്കാണെ ഭയങ്കര സ്പീഡാ. ഇവര് സ്ഥലമൊക്കെ പതിയെ പതിയെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോ ഞങ്ങക്ക് ഭയങ്കര സ്പീഡാ. ഞങ്ങൾ എവിടെയാണോ വെച്ചാൽ അവിടെ എത്തണം. എന്ത്? നാളെ ഉണ്ടാവൂലേ? നാളെ ഫുള്ള് ഓണായിരിക്കും രാവിലെ. ഇത് നൈറ്റ് അല്ലേ?
കൊള്ളാല്ലേ? ഞങ്ങൾ ബാഗ് നോക്കാൻ വിചാരിച്ചു. പെർ പീസ് 150 ഉള്ളൂ. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. റെഡ്, യെല്ലോ. താങ്ക് യു. ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നു. എന്താ വർഷം കഴിക്കുന്നത്? സ്വീറ്റ് കോൺ എന്ന് ഇംഗ്ലീഷിൽ പറയൂ. അല്ലല്ലേ, സ്വീറ്റ് അല്ല, തേച്ച്. മെനു നോക്കി അറിയാമോ? ഇത് സീ ഫുഡാ അല്ലേ? ഈ സ്ഥലം മനസ്സിലായി ഗൈസ്. നമ്മളെ പോപ്പിൻസ് സിനിമ അല്ലേ? പോപ്പിൻസ് അല്ലേ? ലോലിപോപ്പ്. എന്നാലും ഏകദേശമൊക്കെ പറയാം അല്ലെ? ഇന്ന സ്ഥലത്തിന്റെ അടുത്താന്ന് പറയാമല്ലോ. ലോലിപോപ്പ് സിനിമയില് പൃഥ്വിരാജും ഭാവനയും കൂടെ സംസാരിക്കുന്ന ആ കുറേ മരങ്ങളൊക്കെ ഉള്ള ആ ഒരു ഏരിയ ഇല്ലേ, അതാണിത്. കാണൂല കാണൂല. ഞങ്ങൾ ചൈനീസ് ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്യുന്നതാണ്. വരുന്നത് നോക്കാം. നൂഡിൽസിന് കാത്തിരിക്കാൻ ചായ കുടിക്കാൻ. നമ്മളുടെ ചൈനീസ് ചിക്കൻ നൂഡിൽസ് എത്തി ഗൈസ്. ചൈനീസ് ചിക്കൻ നൂഡിൽസ് എത്തി. ചുവന്ന ക്യാപ്സിക്കം. അങ്ങനെ ഉണ്ടേട്ടാ, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട്? അടിപൊളിയാ? എന്നാ കഴിച്ചിട്ട് വരാം ഗൈസ്. അടിപൊളി നൂഡിൽസ് ആയിരുന്നു ഗൈസ്, രക്ഷയില്ല. അത് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതാണ് വേണ്ട. പുളിയാണോ അവന്റെ ഉപ്പിന്? അമ്മ മാറി. നമ്മളിതൊന്നും ഒരു തവണയും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാൻ. എങ്ങനെ ഉണ്ടാവും നോക്കാം. പക്ഷേ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഹൊറർ എഫക്റ്റ് എടുക്കാം. ഞാൻ തീരെ എടുക്കൂല. ഏട്ടൻ കയറിയിട്ട് ഞാൻ കയറാം. ഓക്കെ, ഇതാ അടുത്തത്. അംഗത്തിന് പോവുകയാണ്. അല്ല, ഞങ്ങൾ കൊറേ നേരമില്ല വെയിറ്റ് ചെയ്യുന്നു. എല്ലായിടത്തും നോക്കണ്ട്. അത് വിളിച്ചോ ആ വണ്ടി വീയൂ.
കാര്യം എടുക്കണ്ടാവില്ലടാ. കുട്ടേട്ടനെ ഞങ്ങൾ നിർബന്ധിക്കുകയാണ് ഗെയ്സ്, ഒന്ന് കയറു കയറു പറഞ്ഞു. അതന്നെ, പിന്നെ ഓളെ ആഗ്രഹമല്ലേ നടത്തി കൊടുക്കണം, വർഷയ്ക്ക് കാണണം. നമ്മൾ അതില് പോണം ശരിക്കും, നമ്മൾ അതിനുള്ള പോലെ. ഞാൻ നാളെ ചെയ്ത എത്ര ഇല്ല കേട്ടോ. എന്നാല് എനിക്കും തോന്നി അങ്ങനെ കണ്ണടിച്ചാലും, കാരണം എടുത്തൊരു സാധനമല്ല. അപ്പൊ അപ്പുറത്ത് ഞാൻ എന്താ കാണാൻ പോണ അറിയില്ലല്ലോ. ഞങ്ങക്ക് പേടിയുണ്ടാവും. ചത്താലും ഞാൻ മാനം പോക്കില്ലടോ തെറ്റി. അതാ പോണ മാനം പോയി ഗൈസ്. ഒരു ഡ്രാക്കുള പറന്ന് വന്ന കണ്ടു. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഫുള്ളെടുത്ത് കിട്ടിട്ടുണ്ട്. വേർക്കാണ്. എങ്ങനെ വിട്ടാട്ടാ? അടിപൊളിയല്ലേ? ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? രസല്ലേ? ഇതേ കളിയാട്ടനും കളിച്ചല്ലേ? വഴിയാ പ്രശ്നം. എനിക്ക് പ്രേതത്തിനേ പറ്റിയില്ല. വലിയ കോളില് പോയി കയറിയതാ. പ്രേതം മതി. ടച്ചിങ് എഫക്റ്റും ഉണ്ടോന്ന്? അല്ല, എന്റെ എടുത്തെടുത്ത് കുത്തിരിക്കണ്ടേ ഓ കൈകൊണ്ട് കാലുണ്ട് എന്തൊക്കെ. ഒരു പേടിയില്ല ഈ റൈഡ്. പക്ഷെ എനിക്ക് പേടിയായിട്ടോ. നമ്മളാ റൈഡിന്റെ കൂടെ പോയി പോകും. എനിക്ക് എന്താ അറിയോ, ഈ പെട്ടെന്ന് വന്ന പ്രേതങ്ങൾ പേടിപ്പിക്കല്ലോ. എനിക്ക് അതിനോട് ഭയങ്കര പേടി. അതാണ് ഈ പ്രേത സിനിമയോട് എനിക്ക് പേടി. ഇല്ല, പക്ഷെ ഒരു ഡ്രാക്കുള പറന്ന് വന്നുണ്ടോ? എനിക്ക് തോന്നുന്നേ ഞാൻ അങ്ങനെ ആടുമ്പോ മൂക്കിന്റെ ഗ്യാപ്പ് കൂടെ എന്നെ കാണുന്നു. അതല്ല, ഇടയ്ക്ക് കയറി വന്ന ഡ്രാക്കുള ഞാനല്ല 3 പ്രാവശ്യം എന്നെ കണ്ടു. 3 പ്രാവശ്യം എന്നെ കണ്ടു. അല്ല, ഞാൻ പിന്നെ ചോദിക്കാനെന്നാണ് റൈഡ് പോകാൻ എന്നെ സമ്മതിക്കൂല. ചത്താലും മനസ്സിലായി. ഈ പറഞ്ഞ പോലെ മറ്റേ ഇത് പേടിപ്പിക്കുന്നൊന്നുമില്ല. എനിക്കും പേടിയാ. ഞാൻ ഉള്ളത് പറയും. ഞാൻ പറഞ്ഞില്ല ആദ്യം. അങ്ങനെ വിചാരിക്കുന്നത് എന്താ അറിയോ, എന്റെ കൂടെ ഇട്ട് മുത്തിരിച്ചിട്ട് അന്നെ തോന്നിയപ്പോ കറക്റ്റ് എന്റെ പേടിയാണ്. അതാ തോണ്ടിയെന്ന് വിചാരിക്കൂ. കഴുത്തിന് ഇവിടുത്തെ എല്ലും കയ്യിന്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഞാൻ നോക്കുന്നേ ഒറ്റണ്ടാ ഇന്റെ അപ്പുറത്ത് കുത്തിരിക്കുന്നത്. മൂക്കിൽ എന്തോ ഉണ്ടല്ലോ അതിന്റെ. ആ മാസ്ക് എന്തോ ഒരു ശാപം. ഓനാണ്. അതാണ് ആ കുട്ടി ശാപം ശാപം പറഞ്ഞേ. അല്ല, ഓനാണ്. അയ്യോ, എന്നെ തിരിയാൻ തോന്നില്ല. അയ്യോ, അടിപൊളിയായിരുന്നു. പക്ഷെ ആ പാളൊക്കെ ഉരുണ്ട് മരഞ്ഞ് അങ്ങനെയൊക്കെ. ആ പാളിങ്ങനെ വളഞ്ഞു വരുമ്പോ പേടിയാവുന്നതല്ല, നമ്മള് ചെരിയും. നമ്മളെ ബോഡി നമ്മൾ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അതൊക്കെ എന്താ
ഞാൻ വക്കീല് കേട്ടിട്ടില്ല. ഞാന് പൊലച്ചക്ക് 3 മണിക്കൊക്കെ ഞാൻ കണ്ടത്. ഞാൻ വലിയ കോളില് സിനിമ കാണണമെങ്കിൽ പ്രേത സിനിമ കാണണമെന്നൊക്കെ പറയേ. അതിന്റെ ഇൻട്രോ വരുമ്പത്തേല് ഫസ്റ്റ് ഹാഫ് വേണ്ട, അപ്പത്തേക്ക് ഞാൻ പറയും മതി നിർത്ത കിടക്കാറ്. ഏട്ടാ ഇങ്ങനെ കിടക്കണ്ട, അപ്പൊ ഞാൻ ഇപ്പുറത്ത് പറഞ്ഞിട്ട് ഏട്ടാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാട്ടോ. ഓള് കറക്റ്റ് ഏന്തി നോക്കിയത് ഈ സാധനം വരുമ്പോ. അല്ല അപ്പൊ എന്നോടാണ് ഈ ഇവിടെ കിടന്നോ കേട്ടോ, എന്റെ അടുത്ത് ഇവിടെ കിടന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ ഞാൻ ഇവിടെ ഇരുന്നോളായിരുന്നു. അപ്പത്തേക്കൊരു സമയത്ത് ഞാൻ എങ്ങനെയൊക്കെ പാഞ്ഞാട്ടിനടുത്ത് എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് പ്രേതം ഭയങ്കര പേടിയാ. അല്ല ഈ സെമിത്തേരി കാണാല്ലേ എസ്ര സിനിമയൊക്കെ കാണുമ്പോൾ ഒരു എഫക്റ്റ് ഇല്ലേ? പേടിച്ചിട്ടാ. പക്ഷേ രക്ഷപ്പെടിയാ പോവാണോ? മണ്ണെണ്ണപ്പില്ല. ഇങ്ങനെ പോയാല് അങ്ങനെ റോഡൊക്കെ ഒരേ ഒരു ഇതില്ലേ, ഇങ്ങനെ പോയാലേ എങ്ക പത്താലും ഒരുപോലെ. നമ്മളെ അതിനകത്ത് കൊറേ ഉണ്ടല്ലോ. പക്ഷേ ഡച്ച് സെമിത്തേരി റോഡ് എങ്ങനെയുണ്ട്? സെമിത്തേരി എക്സ്പ്ലോർ ചെയ്തത് 2 വാക്കിൽ കവിയാതെ. തീരെ പേടിച്ചില്ലല്ലോ. എന്ത് പേടിയില്ലാത്തോണ്ട് ധൈര്യം. കുടുംബക്കാരായിട്ട് എന്താ കാരണന്മാരായിട്ട് തന്നെ ധൈര്യം ഉണ്ട്. രാത്രി ഇങ്ങനെ നടക്കുന്ന ഡ്രസ് ഉണ്ടല്ലേ, കൊള്ളാം. മറ്റേ ഹോട്ടലാ. ഞങ്ങൾക്ക് വഴി തെറ്റി ഗൈസ്. റോഡ് നീണ്ടു തവർന്ന് കിടക്കുന്നോണ്ട് അങ്ങനെ നടന്നു നോക്കാം. ചിലപ്പോ വഴി കിട്ടിയാലോ. ഇനി മറ്റോലെ വിളിച്ച് ലൊക്കേഷൻ കറക്റ്റ് പോയിന്റ് ചെയ്ത് പോയി. നോക്കട്ടാ. ആക്ച്വലി നമ്മൾ ലൂപ്പിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. ജയിലില് പൂന്തോട്ടം. പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലൊക്കെ നല്ല രസമാണ് കാണാൻ. അവിടെ ഒരു ഗ്രാമം പോലെ തന്നെയാ. ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗ്ലിംഗ്, ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിളോ, ഫോർട്ട് കൊച്ചി. ഇത് ജയിലല്ല, എന്നാല് ജയിലായിരിക്കും. ജയിൽ മറ്റേ ഇവിടെയൊക്കെ പോണോ? കണ്ണൂർ സെൻട്രൽ ജയിലിൽ അമ്പലമൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് തിരുവാതിര കളിച്ചിട്ടാ പോന്നത്. ശരി, ക്ലോസിങ് ആണല്ലോ ഭഗവാനെ. ഓണിയ ലെഫ്റ്റോ റൈറ്റിലേക്ക് തിരിയണം പറയാം. ചത്ത മീനുണ്ട്. പക്ഷേ എന്തേലും ഉണ്ടാവണേ. ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ റൂമിൽ റീച്ച് ആയിരിക്കുകയാണ്, എത്തിയിരിക്കുകയാണ്. കുറേ നടന്ന് കാലൊക്കെ വേദന എടുക്കുന്നുണ്ട് ഗൈസ്. കുഴങ്ങി. പക്ഷെ രസമുണ്ട് പക്ഷെ നടക്കാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ആരുമില്ലാത്ത തെരുവ് കൂടെ രാത്രി ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നടന്നു. ഹാപ്പി. സമയം 12 മണി.